ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഡേയ്സിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാനിന്ന് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ദിവസം കടന്നു പോകുന്നത് എന്ന് നോക്കാം. രാവിലെ ഇന്ന് കുറച്ച് നേരം വൈകി എണീക്കാൻ. രാവിലെ അവർ വന്ന് വിളിക്കും, അപ്പോഴാണ് എണീക്കാറുള്ളത്. മരുന്നെടുത്ത് തരാനും ഒക്കെ ആയിട്ട് വിളിക്കും. ഭക്ഷണം കഴിക്കാണ്ട് മരുന്ന് കഴിക്കാനുണ്ട്, അപ്പോൾ അത് എടുത്തു തരാനും അങ്ങനെയൊക്കെ വിളിക്കുമ്പോഴാണ് എണീക്കപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കിടന്നുറങ്ങി, അലാറം വയ്ക്കാത്തതുകൊണ്ട് അങ്ങനെ കിടന്നുറങ്ങി. 7 മണി ആയിട്ടുള്ളൂ. 6:15 ആകുമ്പോഴാണ് അവർ വന്ന് വിളിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ 7 മണിയായി. അപ്പോൾ ഞാൻ എണീറ്റിട്ട് ഞാൻ വേഗം മരുന്ന് കുടിച്ചു. മരുന്ന് കുടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നത്. ഇനി ഇപ്പോൾ രാവിലെ കുടിക്കാനുള്ള ചായ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ മരുന്ന് കഴിച്ചിട്ട് ഇനിയിപ്പോൾ അത് കഴിക്കണം. അത് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ട്രീറ്റ്മെൻറ്റിന് വിളിക്കാൻ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസം കടന്നു പോണത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം, എങ്ങനെയാണ് ഒരു ദിവസം ഇവിടുത്തെ എന്നുള്ളത് കാണാം. നല്ല കിളികളുടെ സൗണ്ടൊക്കെയാണ് പുറത്ത്, നല്ല രസമുണ്ട് കേൾക്കാൻ. രാവിലെ ബേഡ്സൊക്കെ കരയുന്നുണ്ട്, മയിലൊക്കെ പറന്ന് നടക്കും ഈ സമയത്ത്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് രാവിലെ കഴിക്കാനായിട്ടുള്ളത്. പിന്നെ ചായ. പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പുട്ടും കടലയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി പറഞ്ഞു. അപ്പോൾ കുളിക്കുന്നതിൻ്റെ മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ലേറ്റ് ആവുമെന്ന് കരുതിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ ഒരു 10:30 ആവാനാവണേ ഉള്ളൂ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. ഇനിയിപ്പോൾ പുറത്താണെങ്കിൽ നല്ല ചൂടും വെയിലൊക്കെയാണ്. ബാൽക്കണിയിൽ വെയിലൊന്നും വന്നിട്ടില്ല കേട്ടോ, അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു മൂവി എടുത്തിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി മൂവി കാണാൻ വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. ഓരോരുത്തർ കുളിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മൂവിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും. പിന്നെ 11 മണിക്കൊരു ജ്യൂസ് വരും കേട്ടോ. 11 മണിക്കൊരു ജ്യൂസ് വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു 12:45 ശേഷം 12:30 ശേഷം ലഞ്ച് വരും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ബോറടിയൊന്നുമില്ല. കാരണം എല്ലാവരും ഉള്ളതുകൊണ്ട് ബോറടിയില്ല, കുട്ടികളും ഉണ്ടല്ലോ. പിന്നെ നമുക്കൊരു വീടിൻ്റേതായിട്ടുള്ളൊരു തന്നെയല്ലേ, അത് കാരണം ബോറടിയൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ആണെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഞങ്ങളാണെങ്കിൽ ഷട്ടിലൊക്കെ കളിക്കരുതെന്നാണ് പറയണം. ഇന്ന് കളിക്കില്ല കേട്ടോ. ഇന്നലെ വരെ ഞങ്ങൾ ഷട്ടിലൊക്കെ കളിക്കുമായിരുന്നു. കുട്ടികൾ കളിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് കളിക്കാൻ പറ്റിയ നല്ല സ്ഥലമൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് കളിക്കുമായിരുന്നു. പിന്നെ എന്താ, ബോറടി തീരില്ല. ഇതുവരെയും ഇവിടെ വന്നിട്ട് ഇതുവരെയും ബോറടിച്ചിട്ടില്ല. പിന്നെ പകൽ ഉറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉറങ്ങുന്നുമില്ല കേട്ടോ. ജസ്റ്റ് ചിലപ്പോൾ ഒന്നിങ്ങനെ കിടന്നാൽ നമുക്ക് ഉറങ്ങരുതെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഉറക്കം വരാറില്ല, ഉറങ്ങാണ്ടിരിക്കും. പിന്നെ ഉച്ചയ്ക്കൊരു 2:30 ശേഷം ഒക്കെ വൈകിട്ടത്തെ ട്രീറ്റ്മെൻറ്റിന് വിളിക്കാൻ വരും. അപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങുമൊന്നുമില്ല.
ഒന്നാമത് നമ്മൾ ഉച്ചയ്ക്ക് പകൽ കിടന്നിട്ട് അങ്ങനെ ഉറങ്ങുന്നത് നല്ലതല്ല. രണ്ടാമത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നന്നായി ഉറങ്ങുന്നത് പകലിട്ടാവും ഉറങ്ങുന്നത് നല്ലതല്ല. രാത്രിയാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങോട്ടോ. രാത്രി നല്ല ഉറക്കം വരും. കാരണം ധാരയൊക്കെ ചെയ്യുന്നുണ്ടോ തോന്നുന്നു, നന്നായിട്ട് കിടന്നുറങ്ങും. നേരത്തെ തന്നെ ഉറക്കം വരും. ഒരു 9:15 ആകുമ്പോഴത്തേക്ക് ഉറക്കം വരും. അപ്പോഴേ കിടന്നുറങ്ങും. പിന്നെ രാവിലെ എണീക്കുന്നവരെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. കാരണം നമുക്ക് ഉറക്കത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ബോറടി എന്ന് പറഞ്ഞ സംഭവം ഇന്നിപ്പോൾ 6ാമത്തെ ദിവസമായി. ഇതുവരെയും ബോറടി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരു ബോറടിയില്ല, രസമാണ്. അങ്ങനെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മൂവിയൊക്കെ കണ്ടിങ്ങനെ ജ്യൂസ് വരുമ്പോൾ എന്ത് ജ്യൂസ്, പപ്പായയും വാട്ടർമെലനും ഞാൻ കഴിക്കില്ല. അപ്പം ഞാൻ ഒരു തവണ പപ്പായ ജ്യൂസ് കൊണ്ടുവന്നപ്പോൾ ഞാനത് തിരിച്ചു കൊടുത്തു. ഒരു വാട്ടർമെലൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ തിരിച്ചൊന്നും കൊടുത്തില്ല, ഞാൻ കുടിക്കാണ്ടിരുന്നു. അപ്പോൾ പിറ്റത്തെ ദിവസം പപ്പായനും. അപ്പം ഞാൻ പറഞ്ഞു പപ്പായും വാട്ടർമെലനും ഞാൻ കഴിക്കില്ല, അപ്പോൾ എനിക്ക് വേറെ ജ്യൂസ് വേണം. അപ്പം നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് കൊണ്ടുവന്നു. മധുരം ഇടാണ്ടാട്ടോ കൊണ്ടുവരിക ജ്യൂസൊക്കെ. പിന്നെ മധുരം ഇടണമെന്നില്ല, ചില ജ്യൂസിലൊന്നും മധുരം ഇടണമെന്നില്ലല്ലോ. ഇന്നലെ മാംഗോ ജ്യൂസ് കൊണ്ടുവന്നു. മാംഗോ എന്ന് പറയാൻ തന്നെ നാണക്കേട്. മധുരം ഇട്ടിട്ടില്ല, എന്നാലും മാംഗോയുടെ ഒരു മധുരം ഉണ്ടാവുണ്ടായില്ല, തീരെ മധുരം ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെയാണ് കുടിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ഇനി ജ്യൂസ് വന്നാൽ എന്ത് ജ്യൂസാണെന്ന് കഴിക്കാം. പിന്നെ മൂവിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും. ജ്യൂസ് എത്തിയിട്ടുണ്ട് കേട്ടോ. പൈനാപ്പിൾ ജ്യൂസാണ്. ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് പക്രു പറയണത് വിശക്കുന്നുണ്ട്, സാൻഡ്വിച്ച് ഉണ്ടാക്കി തരുമോ ചോദിക്കണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ സാൻഡ്വിച്ച് മേക്കർ കയ്യിൽ വെച്ചിരുന്നു. പിന്നെ ബ്രെഡും മുട്ടയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ടൊമാറ്റോയും സവാളയും മാത്രം കൊണ്ടുപോകാൻ മറന്നുപോയി. അപ്പോൾ അവിടെ അവരുടെ കിച്ചണിൽ പോയിട്ട് ഒരു ടൊമാറ്റോയും ഒരു സവാളയും വാങ്ങിച്ചിട്ട് വന്നിട്ട് അത് വെച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ബ്രെഡോ ബെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നുമല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതും വിചാരിച്ച് തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ചീസും എല്ലാം വരുമ്പോൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ വരുന്ന അന്ന് കോട്ടയ്ക്കൽ നിന്നാണ് ഇതൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ വാങ്ങിയതുകൊണ്ട് ഉപകാരമായി. പക്ഷേ സവാളയും തക്കാളിയും മാത്രം എടുക്കാൻ മറന്നു എന്ന് മാത്രം. അപ്പോൾ ഒരു സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പെപ്പറും സാൾട്ടും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ചോദിച്ചാൽ അവർ എന്തെങ്കിലും വേണമെങ്കിലൊക്കെ നമുക്ക് ചോദിച്ചാൽ തരും. പക്ഷേ മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്നതൊക്കെ കൊണ്ടുവന്നാൽ നല്ലതാണല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചതാണ്. അപ്പോൾ പക്രുവിനും പൊന്നൂനും സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ പൊന്നൂന് സാൻഡ്വിച്ചിൽ എഗ്ഗ് ഇടുന്നത് ഇഷ്ടമല്ല. അവൾക്ക് വെറുതെ അങ്ങനെ ടൊമാറ്റോ സവാള ചീസ് മാത്രം ഇട്ടിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഒരാൾക്ക് അങ്ങനെയും ഒരാൾക്ക് എഗ്ഗ് ഇട്ടിട്ട് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഉച്ച ആയിട്ടില്ല, ഉച്ച ആവാനാവണേ ഉള്ളൂ. ആ സമയത്താണ് ഇവർക്ക് വിശപ്പ് വരുന്നത്. അപ്പോഴാണ് ഇതുണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. പക്രുവിനാണെങ്കിൽ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ ബിസ്ക്കറ്റും പാലും കൂടി എടുത്തിട്ട് കലക്കിയിട്ട് ഷേക്ക് എന്നും പറഞ്ഞിട്ട് അതിങ്ങനെ ഇരുന്ന് കോരി കുടിക്കും. അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അങ്ങനെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലഞ്ച് കൊണ്ടുവന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വന്നിട്ട് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ 6ാമത്തെ ദിവസമാണ്, ഇന്നൊരു ഫ്രൈഡേ ആണ്. അപ്പോൾ ഇന്ന് ബിരിയാണിയാണ്.
എന്നും ഒരു ഫിഷ് കറി ഒരു വെജ് കറി അങ്ങനെ എന്നും ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് ബിരിയാണിയാണ് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഫിഷ് ആണെങ്കിൽ ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ എന്നും വെജാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഡോക്ടറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറൊക്കെ വന്ന് അങ്ങനെ കുറച്ച് സമയം അങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ട്രീറ്റ്മെൻറ്റിന് പോയി വന്നപ്പോഴത്തേക്ക് ഈവനിങ് സ്നാക്സും ടീയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ സ്നാക്ക്. നേരം ഒരു 5 മണിയായിട്ട് അപ്പോൾ നല്ല കാറ്റുണ്ട് ബാൽക്കണിയിൽ. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരിക്കാൻ വിചാരിച്ചു വന്നതാണ്. നമ്മൾ ചെറുതാവുന്ന സമയത്ത് കാറ്റാടി മരമില്ലേ, ഇത് കാറ്റാടി മരമാണ്. അപ്പോൾ ഈ കാറ്റാടി മരത്തിൻ്റെ ഇതില്ലേ, ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇത് കാണാൻ നടക്കും. ഇത് ഇങ്ങനെ പൊട്ടിച്ച് രണ്ടെണ്ണമാക്കിയിട്ട് പിന്നെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്യും. ഇപ്പോൾ ഇത് രണ്ടെണ്ണമായില്ല, എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ്റ് ചെയ്തിട്ടൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ. അതാ പൊട്ടിച്ച് ജോയിൻ ചെയ്ത് പക്രുപ്പളാ കാണുന്നത്. അത് ശരി, ഞാൻ വിചാരിച്ചത് പക്രൂന്ന് അറിയാൻ പറ്റുന്നു കേട്ടാ. അവളതാ അന്തം വിട്ട് വായം പൊളിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. അവൾക്കൊരു സംഭവം മനസ്സിലായിട്ടില്ല. ഇപ്പത് ഒന്നായി. ഇനി ഇതാ ഞാൻ വീണ്ടും ഇത് പൊട്ടിക്കുന്നു. ഇതാ ഇത് പൊട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ കുറേ സമയം പുഴയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. നല്ല രസമാണ് അവിടെ നോക്കിയിരിക്കാൻ. ഈ സമയത്ത് കുറേ മയിലൊക്കെ വരിക, ചിലപ്പോൾ വന്ന് പീലിയൊക്കെ നിർത്തി ആടും. അങ്ങനെ ഇരുട്ടായപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് കയറി. അപ്പോൾ 7:30 ആകുമ്പോഴത്തേക്ക് ഡിന്നർ വരും കേട്ടോ. ഡിന്നർ ചപ്പാത്തിയാണ് ഉണ്ടാവുക. ചപ്പാത്തിയും വെജ് കറി, ഒരു വെജ് കറി ഉണ്ടാവും, പിന്നെ എഗ്ഗ് കറിയോ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ചില ദിവസം 1-2 ദിവസം മീൻ കറി ഉണ്ടായിരുന്നത്, വെജ് കറി അല്ലാണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എഗ്ഗ് കറിയൊക്കെയാണ്. അപ്പോൾ ചപ്പാത്തി കഴിക്കുമ്പോൾ എന്തെങ്കിലും കാപ്പിയോ ചായയോ കുടിക്കണം എന്ന് തോന്നും. അപ്പോൾ ഞാൻ കാപ്പി ഉണ്ടാക്കി കുറച്ച്. പിന്നെ അതാ ചപ്പാത്തിയും വെജ് കറി, എഗ്ഗ് കറി, പിന്നെ ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു. ഇന്നെന്തോ പടവലങ്ങ അങ്ങനത്തെ എന്തോ ഒരു ഉപ്പേരി ഉണ്ടായിരുന്നത്. പിന്നെ സാലഡ് ഉണ്ട്. പിന്നെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം സിനിമയൊക്കെ കണ്ട്, കോമഡി സിനിമയൊക്കെ കണ്ടിരുന്ന് പിന്നെ മരുന്നൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ 9:15 ആകുമ്പോഴത്തേനും ഇങ്ങനെ ഉറക്കം വരും കേട്ടോ. നന്നായിട്ട് ഉറക്കം വരും. അപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.